പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് നെക്ക് വി യു വെട്ടിയാലും വി ആയി പോകുന്നു എന്ന് പറയുന്ന ഒരു സംശയം ഒരു സബ്സ്ക്രൈബർ പല പ്രാവശ്യമായിട്ട് ആവർത്തിച്ച് ചോദിച്ചു. അപ്പം അതെല്ലാവർക്കും ഒരു ഗുണകരമാകട്ടെന്നും, രണ്ടാമത് കപ്പ് സൈസ് കൂടുതലുള്ള ബ്ലൗസിൻ്റെ ഡാർട്ട് എങ്ങനെ മാർക്ക് ചെയ്യുന്നു, ആ ഡാർട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പീസിൽ നമുക്ക് നോക്കി എങ്ങനെ അത് തിട്ടപ്പെടുത്താം എന്നതിനെക്കുറിച്ചുമാണ്. എത്ര കൂടിയ കപ്പ് സൈസ് കൂടുതലാണ്, അപ്പം ജസ്റ്റും ബ്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ 3-4 ഇഞ്ചും വരുന്ന ചില ബ്ലൗസുകളുണ്ട്. അവ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതെങ്ങനെ മാർക്ക് ചെയ്യാം, ഫ്രണ്ട് പീസിൽ എങ്ങനെ അത് നമ്മൾ വെട്ടുമ്പം തന്നെ അതിൻ്റെ ഒരു കണക്ക് നോക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ആദ്യം ബാക്ക് പീസ് നമ്മൾ വെട്ടുമ്പം 1.5 ഇഞ്ച് ഫ്രണ്ട് പീസ് വെട്ടുമ്പം ബാക്ക് പീസ് ഇട്ട് നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ സാധാരണ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ 1.5 ഇഞ്ച് ഇങ്ങനെ തള്ളിയാണ് ഫ്രണ്ട് വെട്ടുന്നത്. ഈ 1.5 ഇഞ്ച് തള്ളി ഫ്രണ്ട് വെട്ടുമ്പോൾ ഈ മാർക്കിൽ നിന്നും 4.25 ഇഞ്ച് നമ്മളിങ്ങനെ ഡാട്ടിന് കൊടുക്കാറുണ്ട്. ബെൽറ്റ് പീസ് 4.25 ഇഞ്ച് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് നമുക്ക് ബ്ലൗസിൻ്റെ മൊത്തം ഇറക്കം 14 ഇഞ്ചാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് ഈ 14 ഇഞ്ച് വെക്കുന്നത്. 14 ഇഞ്ചാണെങ്കിൽ 14.5 കാണിച്ചു തരാം. ആണോ, നമ്മൾ ഈ സൈഡ്, അതായത് ഇത് ഇവിടുന്ന് 14.5 നമ്മൾ വെച്ചാണ് ഇങ്ങനെ ഫ്രണ്ട് പീസ് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. 14.5 വെച്ച് ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്യും. അതായത് ഈ 1.5 ഇഞ്ച് നമ്മൾ തള്ളിയെടുത്തുനിന്ന് വേണം 14.5 മേളിലോട്ട് വെക്കാൻ. വെച്ചിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുന്നു. ബാക്ക് പീസ് നമ്മൾ ഇവിടെയാണെങ്കിൽ 1/4 ഇഞ്ച് തള്ളി തയ്യൽത്തുമ്പം തള്ളിയാണ് നമ്മൾ വെട്ടുന്നത്. കേട്ടോ, ബാക്ക് പീസ് അതിൻ്റെ ഈ വശത്ത് നിൽക്കും. ഇവിടുന്ന് നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബാക്ക് പീസിൻ്റെ അവിടെ നമ്മൾ 3 ഇഞ്ചാണ് വൈഡ് കൊടുത്തെങ്കിൽ ഫ്രണ്ടിന് ഈ ഭാഗത്ത് 1/4 ഇഞ്ച് തള്ളിയിട്ട് 3 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ള ഭാഗം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുണ്ട് ഇവിടെ ഈ സൈഡ് 3 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കണം. നോക്കിയിട്ട് ഈ ഭാഗത്ത് നമുക്ക് 6 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പം തള്ളിയിട്ട് ഇങ്ങനെ 5.25 മാർക്ക് ചെയ്യണം. 5.25 മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്വയർ വരയ്ക്കും. സ്ക്വയർ വരച്ചിട്ടാണല്ലോ സർവ്വസാധാരണ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ഇത് വെട്ടുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 രീതിയിൽ നമുക്ക് നെക്ക് വെട്ടാം. ഒന്ന്, ഇവിടുന്ന് 3/4 ഇഞ്ച് തള്ളും. നമ്മൾ കൈക്കുഴി വിടുന്ന 3/4 ഇഞ്ച് തള്ളിയിട്ട് ഇങ്ങനെ റൗണ്ട് വെട്ടുന്നവരുണ്ട്. കണ്ടോ, 3/4 ഇഞ്ച് 1 ഇഞ്ച് തള്ളി റൗണ്ട് ഷേപ്പ്. ഇതും നമ്മൾ പറയുമ്പോൾ എന്ത് പറയും, യൂനെക്ക് എന്ന് പറയും. ഇങ്ങനെ നമ്മൾ വെട്ടിയിട്ടും യൂനെക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുവാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. ഇങ്ങനെ ഈ വരയോട് ജോയിൻ്റ് ചെയ്ത് ഇങ്ങനെ യു വെട്ടണം. മനസ്സിലായോ? ഈ വരയോട് ജോയിൻ്റ് ചെയ്ത് നമ്മൾ, അപ്പം ശരിക്കും നമ്മൾ ഹുക്ക് പടി ഇവിടെ നിന്നാണ് പോകുന്നത്. നമ്മൾ ഫ്രണ്ട് 4 ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ ഹുക്ക് പടി യാദൃച്ഛമായിട്ട് ഇവിടുന്നേ വരുള്ളൂ. വരച്ച് കാണിക്കാം. ഇത്രയും നമ്മൾ ഫ്രണ്ട് പീസ് 4 ഇഞ്ച് എടുത്ത് കളയുന്നുണ്ട് നെക്ക് ക്ലിയർ ചെയ്യാൻ. ഇങ്ങനെ ഫ്രണ്ട് പീസ് നിൽക്കുന്നത്. അപ്പോൾ പടി പിടിപ്പിച്ച് നമുക്ക് ഇതേ കിട്ടുള്ളൂ. ആ പടി പിടിപ്പിച്ച് ഇതേ കിട്ടുന്ന നമ്മൾ ഈ അളവിൽ വെട്ടിയാൽ ഒരിക്കലും നമുക്ക് യു കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ വരച്ചിട്ട് സ്ക്വയറിൻ്റെ അടുത്തൂടെ തന്നെ യു വരച്ച്, അപ്പം കറക്റ്റ് നമുക്ക് പ്രായോഗികമായിട്ടും ഈ യു കിട്ടും. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഷോൾഡർ ഇങ്ങനെ ബാക്ക് പീസ് ഇട്ട് തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുന്ന 6.25 ഇട്ട് മാർക്ക് ചെയ്യുന്നു. ഇതൊരു കണക്കിന് വേണ്ടിയല്ല, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇതിങ്ങനെ അളന്നു. ഇപ്പം നമ്മൾ മെയിൻ ഡാട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നു. മെയിൻ ഡാട്ട് കൊടുക്കാൻ നമ്മൾ ഇവിടുന്ന് 1/2 ഇഞ്ച് മാറ്റി തയ്യൽ തുമ്പും കൂടെ മാറ്റി 9.5 10 ഇഞ്ച് മാർക്ക് ചെയ്തു. 10 ഇഞ്ച് മെയിൻ ഡാട്ട് നമ്മളിത് ഇങ്ങനെ മാർക്ക് ചെയ്തു. അപ്പം കപ്പ് സൈസ് കൂടുതലാണ്. ഇവിടെ 3/4 ഇഞ്ച് നമ്മൾ ഇറക്കിയിട്ട് ഇങ്ങനെയാണ് ബെൽറ്റ് പീസ് വെട്ടുന്നത്.
ബെൽറ്റ് പീസ് ഇങ്ങനെ വെട്ടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് ചെസ്റ്റും ബ്രസ്റ്റും തമ്മിൽ വ്യത്യാസമുള്ള ഒരു കണക്ക് ബ്ലൗസാണ്. ബ്ലൗസ് ആകുമ്പോൾ നമുക്ക് 3.5 ഇഞ്ച് കൊടുക്കണം. അപ്പോൾ 1.25 വെച്ച് നമ്മൾ ഡാട്ടിന് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം നിങ്ങൾക്ക് 36 ഇഞ്ച് വണ്ണമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 9 ഇങ്ങനെ മാർക്ക് ചെയ്തു വണ്ണം. അപ്പം 38 ഇഞ്ച് ബ്രസ്റ്റ് ഉണ്ട്. അപ്പം ഈ ക്യാപ്പ് കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഡാട്ടിൻ്റെ ഇവിടുന്ന് 1 ഇഞ്ച് മാറ്റി ഒരു മാർക്ക് കൊടുക്കണം. ഈ പോയിൻറ്റിൽ നിന്ന് പ്രായോഗികമായിട്ടും 1 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 38 ബ്രസ്റ്റ്. അപ്പം 38 ഇഞ്ച് ഉള്ളിൽ കിട്ടുന്നുണ്ടോ എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് 1 ഇഞ്ച് താത്തുള്ള എത്ര വന്നു? 3.25. ഈ 3.25 ശരിക്ക് ടേപ്പ് ഇങ്ങനെ തിരിച്ച് പിടിക്കണം. തിരിച്ച് 3.25 ഈ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റ് എത്ര ഇഞ്ചാണെന്നുള്ളത് നമുക്ക് ഉള്ളിൽ കിട്ടാനുള്ള സാധ്യത കറക്റ്റാണ്. കണ്ടോ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണെന്നുള്ള കാര്യം? ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോണം. ഈ മെയിൻ ഡാട്ടിൻ്റെ താഴെ 1 ഇഞ്ച് മാറ്റിയിട്ട് ഇങ്ങനെ പിടിക്കണം. ഇപ്പോൾ എത്ര വന്നു? 3.25. ഈ 3.25 തിരിച്ച് ടേപ്പ് വെച്ച് ഈ ഭാഗത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യണം. എത്ര വന്നു? 9.5. അപ്പം 38ൻ്റെ 4.1 നമുക്ക് ഫ്രണ്ട് പീസേ കിട്ടിയോ? അപ്പം ഒരു കാരണവശാലും നിങ്ങൾക്ക് അളവ് കിട്ടാതെ പറ്റരുത്. ഈ മാർക്കിൽ കറക്റ്റ് 39 നമുക്ക് വന്നിരിക്കും. അപ്പം ഒരു കാരണവശാലും നിങ്ങൾക്ക് അത് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എത്ര കറക്റ്റ് വെട്ടിയാലും ഈ കപ്പ് സൈസ് കൂടുതലുള്ള ചെസ്റ്റും ബ്രസ്റ്റും അത്രയും വ്യത്യാസം വരുന്നവർക്ക് നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങളിത് വെട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ 3/4 ഇഞ്ച് ഇവിടെ നിന്ന് എടുത്തിട്ടാണ് വെട്ടുന്നത്. ഇനി വെട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്നും വേണേൽ നോക്കാം. എത്ര ഇഞ്ചുണ്ട്? 3 ഇഞ്ചുണ്ട്. ഈ 3 ഇവിടെ 1/2 ഇഞ്ച് കയറ്റിയിട്ട് തിരിച്ചു വെക്കണം. ഇങ്ങനെ തിരിച്ചു വെച്ചാൽ എത്ര ഇഞ്ച് വന്നിട്ടുണ്ട്, എത്ര ഇഞ്ചാണ് നമുക്ക് വേണ്ടെന്നുള്ളതും എത്ര ഇഞ്ച് കിട്ടുമെന്നുള്ളതും കറക്റ്റ് നമുക്ക് ഈ ലൈനിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബ്ലൗസ് വെട്ടുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട് പീസ് ബാക്ക് പീസ് ഇട്ട് വെട്ടിയാലും ശരി, ഇതുപോലുള്ള കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് പ്രത്യേകം ഓർത്തിട്ട് വേണം നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ഒന്ന് കട്ട് ചെയ്യാൻ. അപ്പം ഇന്ന് ഇതിൻ്റെ ഒരു വീഡിയോ ഇത്രയും മാത്രം ഒന്ന് പറഞ്ഞു തരാം എന്ന് കരുതി ഇതുപോലുള്ള കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ഫ്രണ്ട് പീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് റെയർ മെഷർമെൻറ്റ് എപ്പോൾ വന്നാലും ഇതേ രീതി ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെ കംപ്ലൈൻറ്റ് വരുന്ന കസ്റ്റമറെ നമുക്ക് നിലനിർത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്കും എത്തട്ടെ. എല്ലാവർക്കും നമുക്കറിയാവുന്ന അറിവുകൾ നമുക്ക് ഓർത്ത് പങ്കിടാം. എല്ലാവർക്കും ഉപകാരമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യണം. താങ്ക് യു.